നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതിലാദ്യം എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾ എന്ന് അറിയണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തു. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നോക്കുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ദിസ് തീറ്റ ആരാണ് ഓപ്പോസിറ്റ് സൈഡ്? ഈ ഒരു സൈഡാണ് ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ എന്ത് പേര് കൊടുത്തു? ഓപ്പോസിറ്റ് സൈഡ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഈ ഒരു സൈഡാണ് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. 90യുടെ ഓപ്പോസിറ്റ് ആണ് ആര് വരിക? ഹൈപ്പോട്ന്യൂസ് വരിക. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്തു, അഡ്ജസൻറ്റ് സൈഡ് മാർക്ക് ചെയ്തു. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ആര് വരിക? ഹൈപ്പോട്ന്യൂസ് വരിക. ഇനി ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോഡ് തീറ്റ. ഈ 6 പേരിനെ വിളിക്കുന്ന പേരാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അതിലാദ്യം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 സൈൻ തീറ്റ. സീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോസ് തീറ്റ. അതുപോലെ 2 പേരും കൂടി ഉണ്ട്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോഡ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കൊസീക് തീറ്റ 1 സൈൻ തീറ്റ. സീക് തീറ്റ 1 കോസ് തീറ്റ. കോഡ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ടാൻ തീറ്റ. ഇതാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/13 തീറ്റ ഈസ് അക്യൂട്ട്, ഫൈൻഡ് കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ കൺസിഡർ ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു ദിസ് തീറ്റ ആരാണ് ഓപ്പോസിറ്റ് സൈഡ്? ശരിക്കും സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 13. അപ്പോൾ ആ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ആരെ കണ്ടുപിടിക്കുക? BC കണ്ടുപിടിക്കുക. അപ്പോൾ യൂസിങ് പൈതഗോറസ് തിയറം നമുക്ക് BC എത്രയെന്ന് കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ BC ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസാ. ആരാ അഡ്ജസൻറ്റിലുള്ളത്? അഡ്ജസൻറ്റിൽ ആരെ ഉള്ളത്? 12 ആണുള്ളത്. ഹൈപ്പോട്ന്യൂസിൽ 13 ആണ്. അപ്പോൾ 12/13 എന്ന് കിട്ടും. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 5 ആണ്. അതുപോലെ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 12. അപ്പോൾ ടാൻ തീറ്റ എത്രയെന്ന് കിട്ടും നമുക്ക്? 5/12 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. അതുപോലെ ട്രിഗണോമെട്രിക് ടേബിൾ എന്ന് വെച്ചാൽ ഓരോ സൈൻ 0 എന്താണ്? കോസ് 0 എന്താണ്? ടാൻ 0 എന്താണ്? അങ്ങനെ ഓരോരോ വാല്യൂസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും എക്സാമിന്. ആദ്യത്തെ പ്രോബ്ലം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 60 ഇൻറ്റു കോസ് 30 പ്ലസ് കോസ് 60 ഇൻറ്റു സൈൻ 30. അപ്പോൾ എന്താണ് സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈൻ 60 √3/2 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാലോ √3/2 പ്ലസ് കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ 30 എത്രയാണ്? 1/2. ഇങ്ങനെ കിട്ടും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എല്ലാവരുടെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. കോസ് 30 √3/2 ആണ്. പ്ലസ് കോസ് 60 എത്രയാണ്? 1/2 ഇൻറ്റു സൈൻ 30 1/2. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √3 ഇൻറ്റു √3 എത്രയാണ്? √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. 2 ഇൻറ്റു 2 എത്രയെന്ന് കിട്ടും? 4. പ്ലസ് ഈ പ്ലസ് ഇവിടെ എഴുതി. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 എന്താണ്? 4. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ്.
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂമറേറ്ററുകളെ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 3+1 എത്ര കിട്ടും? 4/4. എന്താ 4/4? 1. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan² 60 + tan² 45. വാല്യൂസ് സാധാ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ tan² 60 എന്ന് പറഞ്ഞാൽ? tan 60 √3 ആണ്. അപ്പോൾ tan² 60 എന്ന് പറഞ്ഞാൽ √3² അല്ലേ? എന്താണ് tan² 45 എന്ന് പറഞ്ഞാൽ? tan 45 1 ആണ്. അപ്പോൾ tan² 45 1² എന്ന് കിട്ടും. അപ്പോൾ √3² എന്താണ്? 3 ആണ്. പ്ലസ് 1² എന്താണ്? 1. അപ്പോൾ 3+1 എന്തെന്ന് കിട്ടും നമുക്ക്? 4 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഇനി എന്താണ് ASTC റൂൾ എന്നാണ് പറയണത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ASTC റൂള്? ഇത് പഠിക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എന്താണ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണ്? ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പ്രത്യേകത എന്താണ്? എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. ഓൾ പോസിറ്റീവ്. A അല്ലേ? ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈനും പോസിറ്റീവാണ്, കൊസീക്കും പോസിറ്റീവാണ്. ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്? നെഗറ്റീവാണ്. എവിടെ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഇനി തേർഡ് ക്വാഡ്രൻറ്റ് A എഴുതി, S എഴുതി, T അല്ലേ? അപ്പോൾ ആരാ പോസിറ്റീവ്? ടാനും പോസിറ്റീവാണ്, കോട്ടും പോസിറ്റീവാണ് അല്ലേ? ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റ് നോക്കുക. ഫോർത്ത് ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ASTC അല്ലേ? അപ്പോൾ കോസും പോസിറ്റീവാണ്, സീക്കും പോസിറ്റീവാണ്. അപ്പോൾ ഇതാണ് ASTC റൂള്. ഓരോ ക്വാഡ്രൻറ്റുകൾ നോക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പ്രത്യേകത എന്താണ്? എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും പോസിറ്റീവാണ്, കൊസീക്കും പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാന് പോസിറ്റീവാണ്, കോട്ട് പോസിറ്റീവാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്, സീക്കും പോസിറ്റീവാണ്. ബാക്കി എല്ലാവരും എന്താണ്? നെഗറ്റീവാണ്. ഇനി ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലമാണ് പറയണത്. ഇഫ് tan θ is equal to 5/12, തീറ്റ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്, ഫൈൻഡ് ഓൾ അതർ T ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുക. നമുക്കറിയുന്ന റിസൾട്ട് ഏതാണ്? 1 + tan² θ എന്ന് പറഞ്ഞാൽ sec² θ എന്ന് നമുക്ക് അറിയുന്നതാണ്. ഇനി അതിൽ tan θയ്ക്ക് പകരം എന്ത് കൊടുക്കുക? 5/12 എന്ന് കൊടുക്കുക. അപ്പോൾ sec² θ എന്ത് വരും? sec² θ is equal to 1 + 5²/12² എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 169/144. അപ്പോൾ sec² θ ആണ് എന്ത് കിട്ടിയത്? 169/144 കിട്ടുക. അപ്പോൾ sec θ എന്താണെന്ന് കിട്ടും നമുക്ക്? therefore sec θ is equal to ±13/12 എന്ന് കിട്ടും. ഇനി തീറ്റ എവിടെ ലൈ ചെയ്യണത്? ഏത് ക്വാഡ്രൻറ്റിലാണ്? തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താ? തേർഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? തേർഡിൽ AST. അപ്പോൾ ടാനും പോസിറ്റീവാണ്, കോട്ടും പോസിറ്റീവാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ sec θ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ sec θ is equal to ±13/12 ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റ് ആയതുകൊണ്ട് അതൊരിക്കലും പ്ലസ് ആവില്ല, നെഗറ്റീവേ ആവുള്ളൂ. therefore sec θ is equal to -13/12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ sec θ കിട്ടി. അപ്പോൾ sec θ കിട്ടിക്കഴിഞ്ഞാൽ ആരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്? cos θ. cos θ പറഞ്ഞതിൻ്റെ റെസിപ്രോക്കലാണ്. therefore cos θ is equal to -12/13 എന്ന് കിട്ടും. ഇനി tan θ അറിയാം നമുക്ക്. tan θ അറിയാം, cos θ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? sin θ കണ്ടുപിടിക്കാം. sin θ is equal to 5 × cos θ/12. cos θയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -12/13. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? -5/13 എന്ന് കിട്ടും. ആര്? sin θ. sin θ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്? cosec θ അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ cosec θ എന്താണെന്ന് കിട്ടും? cosec θ is equal to -13/5. അപ്പോൾ tan θ ഇവിടെ 5/12 ആയതുകൊണ്ട് cot θ നമുക്ക് എന്തെഴുതാം? 12/5 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ തീറ്റ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ചിലപ്പോൾ എങ്ങനെ ചോദിക്കും? ഫോർത്ത് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻ്റ് ആകുമ്പോൾ അപ്പോൾ അവിടെ ആര് മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ? കോസും സീക്കും. ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്.
അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം. സൈൻ തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ കോസ് തീറ്റ തന്നിട്ട് ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ASTC റൂള് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. താങ്ക്